നമസ്കാരം. ഇറാനിലെ നമ്മുടെ ഫീൽഡ് മാർഷൽ മുനീർ ഒരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ദീപാവലി തുടങ്ങി. അപ്പോൾ ഇറാനിലെ ദീപാവലി ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇസ്രായേൽ പൂർണ്ണമായ കരുത്തോടെ അടിക്കുന്നുണ്ട്, ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്, അമേരിക്കയും ചേരുന്നുണ്ട്. പക്ഷേ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്ന എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നു? അല്ലെ, പശ്ചിമേഷ്യൻ സമാധാനം ഒരു അനിശ്ചിതത്വത്തിലാണ്. അത് എത്ര കാലം ഇനി അത് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതിന് നിർത്തണമെങ്കിൽ US കോൺഗ്രസ് തന്നെ ഇടപെടണം, അല്ലെങ്കിൽ ഈ സാധനം നീണ്ടു പോകും. ഒരു 2-2.5 വർഷത്തേക്ക് ഈ രീതിയിൽ ഇറാനിലെ യുദ്ധം തുടർന്നാൽ തീർച്ചയായിട്ടും ഇറാൻ പൂട്ടിക്കെട്ടുക തന്നെ ചെയ്യും. ഇറാൻ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തിരിച്ച് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് പലതും റഷ്യയൊക്കെ നൽകുന്നതാണ്. പക്ഷെ ഒരു ലോങ് ടേമിലേക്ക് ഇറാൻ ഈ രീതിയിൽ ആക്രമണം മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇറാൻ കാണിക്കുന്നത് ചുവന്ന തൈയും കെട്ടി നെഞ്ചത്ത് കൈയും വെച്ച് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ട്രംപിനെയാണ്. എന്താണ്, ട്രംപിനെ അവർ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ആണ്. അദ്ദേഹത്തിന്റെ സേഫ്റ്റിയും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളും തമ്മിൽ നമ്മൾ എങ്ങനെ ചേർത്ത് വായിക്കാം? അല്ല, ഇറാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഇറാൻ 2047 ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കും എന്നൊക്കെയുള്ള ഡൂംസ് ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ച് വളരെ ഗംഭീരമായിട്ടിരുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ ഇറാൻ പ്രവൃത്തിയിൽ ഈ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസം ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ ജോഗ്രഫിക്കലി വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇല്ലെങ്കിൽ ഇതിനോടകം തന്നെ പൂട്ടിക്കെട്ടിയാണ്. കാരണം ചുറ്റും പർവ്വതങ്ങൾ. നമ്മൾ ഈ മധ്യേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മരു പ്രദേശമല്ല ഇറാൻ. അഫ്ഗാനിസ്ഥാനൊക്കെ പോലെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റഡ് ആണ്. അതെ, ഈ രീതിയിൽ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയയാണ് ഇറാൻ. അങ്ങനെയുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടായിട്ട് പോലും പർവ്വതങ്ങളൊക്കെ അവര് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ മറ്റൊരു പ്രശ്നം, ഇറാനെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ഇറാന്റെ പക്ഷത്ത് തന്നെ അറിയില്ല എത്ര പേരാണ് മൊസാദിന്റെ ചാരന്മാർ, അമേരിക്കയുടെ ചാരന്മാർ. മെഹമ്മൂദ് അഹമ്മദിനെജാദ് പഴയ പ്രസിഡന്റ് ഈ മൊസാദിന്റെ ചാരനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റ് ചെയ്തു, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് IRGCയിലെ വളരെ ടഫായിട്ടുള്ള ഒരു മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ഇദ്ദേഹത്തെ മുഹമ്മദ് ഗാലിബാഫ്. ഈ ഗാലിബാഫ് പോലും ഇപ്പോൾ വളരെ സോഫ്റ്റ് സ്റ്റാൻഡാണ് എടുക്കുന്നത്. അത് ഒരു കൂട്ടർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭയം കൊണ്ടാണ്, മറ്റു കൂട്ടർ പറയുന്നത് ഇദ്ദേഹം ഇതിനടി കൂടെ അടിപ്പണി നടത്തുന്നുണ്ട്, ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പോലുമുള്ള ശക്തമായ അഭിപ്രായങ്ങൾ ഇതിനകത്തുണ്ട്. മുഹമ്മദ് ഗാലിബാഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, അബ്ബാസ് അരക്ചിയുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് മെസൂദ് പെഷിഷ്കിയാന്റെ കാര്യത്തിലായാലും ഒക്കെ സംശയമുണ്ട്. IRGCയും അവിടുത്തെ നേതൃത്വവും രണ്ട് തട്ടിലാണ്. ഇതിനകത്ത് നല്ല രീതിയിലുള്ള സ്പൈ വർക്ക്, അതായത് ഇറാൻ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അറ്റ് എ ടൈം തന്നെ മൊസാദ് അറിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതുവഴി ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇതാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ലാൻഡ് ഫോം ഉള്ള ഒരു ഇറാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ശക്തമായി പോരാടാനായിട്ട് ഇറാൻ സാധിക്കുമായിരുന്നു. അതിന് സാധിക്കാത്തതും ഈ ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർ സ്ട്രാറ്റജിയാണ്. ഈ വാർ സ്ട്രാറ്റജി വളരെ കൃത്യമായി വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ പൊളിയും. ഇതുപോലും, അതായത് രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടിയെ വലത്തോട്ടടിക്കുക, വലതു ഭാഗം കാഴ്ച കുറവാണെന്നുള്ള കാര്യം മമ്മൂട്ടിയുടെ അനിയൻ തന്നെയാണ് വിട്ടുകൊടുത്തത്. അതേപോലെ ഇറാൻ ഏത് ഭാഗത്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് വച്ചിട്ടാണ് അവർ യുദ്ധത്തിന്റെ പുതിയ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ രീതി ആക്രമണം തുടങ്ങുന്നു. ഇസ്രായേലാണ് ഇവർക്ക് ഇടയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. പക്ഷെ ഇസ്രായേലിന്റെ ഇല്ലെങ്കിൽ ഇസ്രായേലികളും ജൂതന്മാരുമാണ് അമേരിക്കൻ എക്കണോമിയെ താങ്ങി നിർത്തുന്നത്. ഇത് അമേരിക്ക ഒരു ഇത്രയും നീണ്ട ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അമേരിക്ക ഒരു ഡീപ്പായിട്ടൊരു എക്കണോമിക് ക്രൈസിസിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം കൂടെ ഈ യുദ്ധത്തിലേക്ക് നിന്നാൽ അമേരിക്കയ്ക്ക് ഒരു നീണ്ട കാലത്ത് യുദ്ധ ചരിത്രമുണ്ട്. നമുക്കൊരു
എന്താ പറയുക, മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെയും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഒരു പീരീഡ് നോക്കിയാലും അമേരിക്ക റെസ്റ്റിലൊന്നുമല്ല. അമേരിക്ക യുദ്ധത്തിൽ കൂടെ തന്നെയാണ് അമേരിക്കയുടെ ചരിത്രമെല്ലാം ബിൽഡപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തികമായ ശോഷണമുണ്ട്. അമേരിക്ക യുദ്ധം കാണിച്ച് ആയുധങ്ങൾ വിൽക്കാറുണ്ട് എങ്കിലും ഈ അടുത്ത സമയത്ത് അമേരിക്കൻ ആയുധങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മിസൈൽ, വളരെ സ്കഡ് മിസൈലുകളായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ സിസ്റ്റത്തിന് തന്നെ സാരമായ രീതിയിലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, സാരമായ രീതിയിലുള്ള കുറവുണ്ട്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിന് പഴയ ഒരു ശക്തിയില്ല. ഈ ചൈന തന്നെ അമേരിക്കയോട് തുറന്നു പറഞ്ഞ ഒരു കാര്യം, നിങ്ങളൊരു വയസ്സൻ സമ്പദ് വ്യവസ്ഥയാണ്, നിങ്ങൾ ഈ ഇതുമായിട്ട് ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ട. ട്രംപ് തന്നെ വന്നപ്പോൾ ട്രംപിന് ഒരു ചെറിയ കസേരയും ഷീ ജിൻപിങ്ങിന് ഒരു വലിയ കസേരയും മുകളിലും താഴെയും ഉള്ള രീതിയിലാണ്. അങ്ങനെ കളിയാക്കുകയായിരുന്നു ട്രംപ് അവിടെ കാലുകുത്തിയപ്പോൾ. തീർച്ചയായിട്ടും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും അമേരിക്ക തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനയുടെ കാര്യത്തിലായാലും വിമാനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ അമേരിക്കൻ തന്നെയാണ് നമ്പർ 1. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ 3 ഏരിയ, അതായത് ഈ 3 രീതിയിലുള്ള 3 സ്റ്റെപ്പായിട്ട് അമേരിക്ക യുദ്ധത്തിന് വേണ്ടി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഹോർമൂസ് ഫുള്ളായിട്ട് പരമാവധി അകലത്തിലേക്ക് അവരെ മാറ്റുക. അതിനുശേഷം ഗൾഫ് ഐലൻഡിലേക്ക്, അബു മൂസ, ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗൾഫ് ഐലൻഡിലേക്കുള്ള ആക്രമണം. അതോടൊപ്പം തന്നെ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല, ഇതുവരെയും ആ മേഖലയിലേക്ക് ആക്രമണം നടത്തിയില്ല, ഖുഷസ്ഥാൻ മേഖല ഇറാഖിനോട് അടുത്ത് ചേർന്നുണ്ട്. ഇറാഖി പ്രോക്സീസ് ആണ് ഇവിടെ സംരക്ഷണം കൊടുക്കുന്നത്, ആ മേഖലയിലേക്കുള്ള ആക്രമണം. അപ്പം ഇത് ഇറാൻ ഈ ബ്ലൂ പ്രിന്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ വല്ലാണ്ട് ഞെട്ടലുണ്ടായി. കാരണം ഇറാൻ തകരും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ ചബഹാറിൽ നടത്തിയ ഒരു ആക്രമണം അമേരിക്ക ഒരു മിസ്അഡ്വഞ്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം നമുക്ക് കൃത്യമായ പക്ഷമുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ കൃത്യമായുള്ള പക്ഷമുണ്ട്. ആ പക്ഷം ഇസ്രായേലിന്റെ കൂടെ അല്ല, ഇറാന്റെ കൂടെയാണ്. കാര്യം ഇപ്പോ ഈ ഇറാഖ് യുദ്ധത്തിൽ, ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ എൻഗേജ് അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ പിക്ചർ വേറൊന്നാവുമായിരുന്നു. കാര്യം ഈ സമയത്ത് ഇപ്പോൾ യുദ്ധോപകരണങ്ങൾ പോലും റഷ്യക്ക് ആവശ്യത്തിനില്ല. കാര്യം അവരുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞു. ഈവൻ ഇന്ത്യയിൽ നിന്ന് പോലും അവർ പല സ്പേഴ്സും അനധികൃതമായിട്ടുള്ള രഹസ്യമായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം അത്ര അവർ സ്പേഴ്സിന്റെ ക്ഷാമമുണ്ട്, പൈസയുടെ ക്ഷാമമുണ്ട്, റഷ്യൻ വ്യവസ്ഥിതി ഏകദേശം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ റഷ്യക്ക് ഈ യുദ്ധത്തിൽ ഇടപെടാൻ സാധിക്കുന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു തുറമുഖം, ഇന്ത്യയുടെ ഓപ്പറേഷനിലുള്ള ഒരു തുറമുഖത്തെ ആക്രമിച്ചത് അനാവശ്യമായിരുന്നു എന്നുള്ള ഒരു സംസാരം ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതിനകത്തുണ്ട്. അവരെ വിളിച്ചു വരുത്തി ശാസിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഒരു അമേരിക്കൻ കമ്മീഷണറൊക്കെ വിളിച്ചു വരുത്തി ശാസിക്കുക എന്ന് പറയുമ്പം അത് അവർക്ക് തന്നെ കുറവാണ്. പക്ഷേ അതിൽ കുറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട്. ചബഹാർ തൊട്ടുള്ള ഒരു കളി വരെയാണെങ്കിൽ ഇന്ത്യക്ക് പക്ഷം പിടിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചഹബാർ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് വശം മാത്രമേ ചഹബാറിനുള്ളൂ. ഇപ്പോൾ ചഹബാർ തന്നെ ഈ അടുത്ത സമയത്ത് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് കൊട്ടിഘോഷിക്കുന്ന രീതിയിലൊരു ആക്രമണം ചഹബാറിൻ്റെ മേഖലയിൽ നടത്തില്ല. ആകെ അവിടെ നടത്തിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ലൈറ്റ് ഹൗസ് മേഖലയിൽ ആക്രമണം നടത്തി. കാരണം ഇവിടെ നിന്നുകൊണ്ട് ഇറാൻ അവരുടെ, അതായത് കപ്പലുകളെ, ഹോർമൂസിൽ നിന്ന് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയെ തകർത്തിട്ടതാണ്. ഇല്ലെങ്കിൽ ഇവന്മാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും എന്നൊരു കൃത്യമായൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ആ മേഖലയിൽ ആക്രമണം നടത്തിയത്. അല്ല ചഹബാറിനെ പൂർണ്ണമായും തകർക്കണമെന്നുള്ള ലക്ഷ്യം ഇപ്പം അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും തന്നെ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ് കൺസേൺ ഇന്ത്യയോടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ മേഖല എന്ന് വരും. അവരുടെ ലക്ഷ്യം മറ്റു മേഖല, പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഖാർഗ് ഐലൻഡിനേക്കാളും ഖുസസ്ഥാനാണ്. ഖുസസ്ഥാൻ പൊട്ടിയാൽ ഇറാൻ തീർന്നു. ഇറാന്റെ ആണിക്കല്ലളവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ടാണ് അത്രയും പ്രൊട്ടക്റ്റഡ് ആക്കി ഇറാൻ ഈ ഖുസസ്ഥാനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഖുസസ്ഥാൻ മേഖലയിലേക്ക് ആക്രമണം നടന്നു എന്ന് അവരെ വല്ലാതെ ഉറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് മാത്രമല്ല, ഗൾഫ് ഐലൻഡുകൾ, പിന്നെ വരുന്നതാണ് കാർഗിൽ അവർ നേരിട്ട് ഖനനമില്ല, ഈ എണ്ണ കൊണ്ട് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നടത്തുകയും ഏറെ ദൂരത്തേക്ക് ഇവരുടെ സൈന്യത്തെ ARGC മാറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി 2-2.5 വർഷത്തേക്ക് ഈ രീതിയിൽ ആക്രമണം പുരോഗമിച്ചാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. ശരി, നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് സമാധാനം ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.